പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു സോഫ്റ്റ് സിൽക്കിലാണ്, ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട്. ഇതൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ഇത് വരിക. ഇതിൻ്റെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പം ഹാഫായിട്ടുമാണ് വർക്ക് വരിക. ഇനി ഇതിൻ്റെ പല്ലുവിൽ ഇങ്ങനെ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ മറ്റ് കളറുകൾ നമുക്ക് കാണാം. ഇത് രണ്ട് മൂന്ന് ടൈപ്പ് സാരികളാണ് ഇതിനകത്തുള്ളത്. എല്ലാം നമുക്ക് ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ പാർട്ടി വെയർ ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൽ കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരിക. ഫുള്ളായിട്ടും നല്ല പെർഫെക്റ്റായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നിരിക്കുന്നു. പല്ലു ഇങ്ങനെയാണ് വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്ത് വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ബോഡി പാർട്ടിൽ ഈ ഭാഗത്തേക്ക് ഫുള്ളായിട്ടും ഇങ്ങനെ ഈ വർക്ക് വരുന്നുണ്ട് ഇവിടം വരെ. പിന്നെ ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടാണ് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1109 ആണ്. ഇതൊരു ഒണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ള് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. പല്ലുവിൽ ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിറയെ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ വൈറ്റ് എംബ്രോയ്ഡറിയുടെ ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഓരോ ഡോട്ട്സും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നത്. ഇങ്ങോട്ട് ഹാഫായിട്ടും ഇത് വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1109 ആണ്. ഇതൊരു നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. പല്ലുവിൽ ഇങ്ങനെ വരുന്നു. ആ വൈറ്റ് എംബ്രോയ്ഡറിയുടെ ഫ്ലവറിൻ്റെ നടുവിൽ ആ ഗോൾഡൻ യെല്ലോയുടെ ഒരു ഡോട്ട്സും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു ഫുള്ളായിട്ടും വരുന്നത് വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമാണ്. ഇങ്ങനെ ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നു. ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഹാഫായിട്ട് തന്നെ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. റേറ്റ് വരുന്നത് 1109. ഇതൊരു ചെങ്കല്ല് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വളരെ സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ്, സെമി സിൽക്കിൽ. ഇങ്ങനെ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും വർക്ക് വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. പല്ലു ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ബോഡി പാർട്ടിൻ്റെ ഈ ഭാഗം വരെ വരുന്നുണ്ട് ഈ വർക്ക്. അത് കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫായിട്ടും വരുന്നു. നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാൻ വെയിറ്റ് കുറഞ്ഞ ഒരു സാരിയാണ്. ഇതും ഒരു സോഫ്റ്റ് സിൽക്കിലാണ് ഈ സാരിയും വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഇത് വരും. നല്ലൊരു കളർ ഷെയ്ഡാണ്. അതുപോലെ ഇതിൽ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. ഈ ഭാഗം ഇങ്ങനെ വരുന്നു. ഫുള്ളായിട്ടും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും അതുപോലെ ഡാസിൽസും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ഇപ്പോൾ ഏത് പ്രായക്കാർക്ക് അനുയോജ്യമായ ഒരു ഷെയ്ഡും അതുപോലെ ഡിസൈനുകളുമാണ്. ഇതിൻ്റെയും റേറ്റ് 1109 ആണ്. ഇതും ഒരു സോഫ്റ്റ് സിൽക്കിൻ്റെ സാരിയാണ്. ഇത് അക്വാ ബ്ലൂ ഷെയ്ഡിൽ പിങ്ക് കോമ്പിനേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഉണ്ടോ, കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്ക് ഒരു പിങ്ക് അക്വാ ബ്ലൂവിൽ പിങ്ക് കോമ്പിനേഷനായിട്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ബോഡി പാർട്ടിൽ ഈ ഡിസൈൻ ഇങ്ങനെ വരുന്നു ഈ ഭാഗം വരെ. ബാക്കി ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഇത് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 919 ആണ്. ബോട്ടിൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഏത് പ്രായക്കാർക്ക് അനുയോജ്യമായ ഡിസൈനുകളാണ് വരിക. ഇതിൽ വൈറ്റ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ചെറിയ കട്ട് വർക്കും കൂടെ ഏതായാലും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് ഈ വർക്ക് ഇവിടം വരെ വരുന്നു. പിന്നെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇതുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ, ചെറിയ എംബ്രോയ്ഡറി വർക്കുകൾ ഹാഫായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ് ഇത് ഫുള്ള് വരുന്നത്. വെയ്റ്റ് ലെസ്സാണ് സാരി. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. റേറ്റ് വരുന്നത് 919 ആണ്. ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിന് വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് ആൻഡ് കട്ട് വർക്കാണ് വന്നിരിക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ഉണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വന്നത്. ഇങ്ങനെ പല്ലുവിൽ ഫുള്ളായിട്ടും പിന്നെ ചെറിയ എംബ്രോയ്ഡറി വർക്കുകളും വരുന്നുണ്ട്. ഡാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോഡി പാർട്ടിൽ ഇങ്ങനെ ഇവിടം വരെ ഈ വർക്ക് തിക്കായിട്ട് തന്നെ വരുന്നു. ഉണ്ട് ബോഡിയിൽ ഫുള്ളായിട്ടും ചെറിയ സ്കാറ്റേഡായിട്ട് വരുന്നുണ്ട് ഈ എംബ്രോയ്ഡറി വർക്ക്.
ഈ ബോഡി പാർട്ട് ഇവിടം വരെ. പിന്നെ ഹാഫ് ആകുമ്പോൾ ഇങ്ങോട്ട് പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ഈ വിഷുവിന് കണിക്കൊന്നപ്പൂവിനോട് സാദൃശ്യമായിട്ടുള്ളൊരു കളറിൽ, അതായത് ഒരു യെല്ലോ ഷെയ്ഡിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരിയാണിത്. അഫോർഡബിൾ പ്രൈസിലും. ഞാനിതിൻ്റെ മറ്റ് കളറുകൾ ഞാൻ ചെയ്തായിരുന്നു. ഇതിൻ്റെ വൈറ്റിന് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു. എനിക്ക് പലർക്കും എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇത് യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഡിസൈൻ ഒരു റെഡ്, അതുപോലെ ചെറിയ ബ്ലാക്ക്, അങ്ങനെയുള്ള ഷെയ്ഡിലാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 599 ആണ്. ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട്. ബ്ലൗസ് പീസ് ഇങ്ങനെയും വരുന്നു. അതിൻ്റെ തന്നെ ഇപ്പം ഞാൻ ഈ കാണിച്ച യെല്ലോയുടെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിലുള്ള ഫ്ലോറൽ പ്രിൻ്റ് ഇങ്ങനെ വരുന്നു. വൈറ്റ് ആൻഡ് ഒരു ചെറുപയർ പച്ചയുടെ ഇച്ചിരിയുടെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഫുള്ള് വരുന്നത്. പല്ലു ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ടാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വളരെ വെയർ ചെയ്യാൻ വളരെ സുഖമുള്ളൊരു മെറ്റീരിയൽ, ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയൽ. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ള് വരുന്നത്. വിത്ത് ബ്ലൗസ് പീസ് ചെറിയ ഡോട്ട്സ്, അതായത് വൈറ്റ് ആൻഡ് ഗ്രീനായിട്ട് ചെറിയ ഡോട്ട്സുമായിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 599 ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.